കുറിച്ചിട്ടായിരുന്നു. ഇവിടെ ഫിസിക്കൽ എക്സാമ്പിൾസ് ഓഫ് ലൈൻ ഇന്റഗ്രൽസ് ആണ്. അപ്പോൾ ഫിസിക്കൽ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ടോട്ടൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനെന്തായിരിക്കും ഒരു ഫോഴ്സ് അത്യാവശ്യമാണ് അല്ലേ. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് അത്യാവശ്യമാണ്. അപ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടെ ഉണ്ടാവും, ഡി ആർ എന്നുള്ളൊരു ചേഞ്ച് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രലിന്റെ കേസിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, അതായത് ഡി ഡബ്ല്യു അവിടെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നതാണ് എന്ത്? എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡബ്ല്യു വർക്ക് ഡൺ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്കൽ എക്സാമ്പിൾസ് ഓഫ് ലൈൻ ഇന്റഗ്രൽസിൽ ഫസ്റ്റ് വരുന്നത് വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എങ്ങനെ പറയുന്നത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആയിരുന്നു അല്ലേ. എഫ് ഡോട്ട് ഡി ആർ ആണ് ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ 2 വേരിയബിളിലാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ എന്നായിരുന്നു അല്ലേ. ഡി ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ എന്നുള്ളതായിരുന്നു, ഈ വെക്ടർ ആയിരുന്നു. 3 സെറ്റ് എന്നുള്ളൊരു ഇതും കൂടെ വരുന്നുള്ളൂ, പി ക്യു ആർ എന്നുള്ള മറ്റൊരു ടേമും കൂടെ വരും അല്ലേ. അപ്പോൾ ഇതായിരുന്നു ജനറലി ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ വർക്ക് ഡണിലേക്ക് കൊണ്ടുവരിക. അതിലെ ഫസ്റ്റ് ഫിസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. അതായത് അവിടെ വരുന്ന വർക്ക് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കിട്ടും, വർക്ക് ഡൺ കിട്ടും. ഓക്കെ, സെക്കൻഡ് വരുന്നതാണ് സർക്കുലേഷൻ. സർക്കുലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവിനകത്താണ്. സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ആവണം, അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ക്ലോസ് ഇറ്റ് സെൽഫ് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതും, എഫ് ഡോട്ട് ഡി ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ഡി എസ്. ഓക്കെ, ഇതാണ് സർക്കുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർക്കുലേഷനും വർക്ക് ഡണ്ണും ആണ് ഫിസിക്കൽ എക്സാമ്പിൾസ് ഓഫ് ലൈൻ ഇന്റഗ്രൽസ് വരുന്നത്. അപ്പോൾ ഇവിടെ ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. വർക്ക് ഡൺ കാണാനാണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വർക്ക് ഡൺ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നോക്ക്. ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ in a force field given by F is equal to 3xyi minus 5zj plus 10xk along the curve x is equal to t square plus 1, y is equal to 2t square, z is equal to t cube from t equal to 1 to t equal to 2. ഓക്കെ, അപ്പോൾ നമ്മളോട് ടോട്ടൽ വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. അപ്പോൾ നമുക്ക് എഫ് തന്നിട്ടുണ്ട്. എഫ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 3xyi മൈനസ് 5zj പ്ലസ് 10xk along the curve x is equal to t square plus 1, y t 2t square and z is equal to t cube. അപ്പോൾ ഡി ആർ കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? dxi പ്ലസ് dyj പ്ലസ് dzk ആണ് അല്ലേ. ഓക്കെ, ഡി എക്സ് അപ്പോൾ ഇതെന്ന് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്കന്ന് ഡി എക്സ് എങ്ങനെ എഴുതാം? ഡി എക്സ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഡി എക്സ് എന്ത് വരും? ഡി എക്സ് ഈക്വൽ ടു 2t dt എന്ന് വരും അല്ലേ. അപ്പോൾ ഡി എക്സ് എന്താന്ന് കിട്ടി? 2t dt ആയി പ്ലസ് അടുത്തത് dy. dy എന്ന് പറഞ്ഞാൽ dy എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 2t സ്ക്വയർ ആണ്. അതായത് എന്ത് വരും? 2 ഇൻറ്റു 2t എന്ന് വരും അല്ലേ. അതായത് 4t dt എന്ന് വരും പ്ലസ് 4t dt j പ്ലസ് അടുത്തത് dz. dz എന്ന് പറഞ്ഞാൽ എന്തൊരു? 3t സ്ക്വയർ, ടി ക്യൂബാണ് വരുന്നത്. അപ്പോൾ എന്തൊരു? 3t സ്ക്വയർ k dt എന്ന് വരും. അപ്പോൾ ഇതാണ് ഡി ആർ വരുന്നത് അല്ലേ. ഡി ആർ ഇസ് ഈക്വൽ ടു 2t dt i പ്ലസ് 4t dt j പ്ലസ് 3t സ്ക്വയർ t k എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം? വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി. സി എന്ന് പറഞ്ഞാൽ നമുക്ക് ടി 1 to 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ 1 to 2. എഫ് എന്താണ്? 3xy. എക്സ് ഇവിടെ എന്താണ്? എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്ത് എഴുതാം? ടി സ്ക്വയർ പ്ലസ് 1. വൈ എന്താണ്? 2t സ്ക്വയർ i മൈനസ് 5 ഇൻറ്റു സെഡ് എന്താണ്? സെഡ് ടി ക്യൂബ് ആണ്
ജെ പ്ലസ് 10xk, എക്സ് എന്താണ് വരുന്നത് ടി സ്ക്വയർ പ്ലസ് 1 കെ അല്ലേ ഡോട്ട് ഡി എസ് ആണ്, ഡോട്ട് ഡി ആർ ആണ് അല്ലേ. ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഡോട്ട് ഡി ആർ, ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടിയപ്പോ 2t dt I plus 4t dt j plus 3t square k dt. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 1 to 2 ഇതിന് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും 3t സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2t സ്ക്വയർ എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 6t⁴ പ്ലസ് 6t സ്ക്വയർ എന്ന് വരും അല്ലേ. അവിടെ ഐൻ്റെ കമ്പോണൻ്റ് ആയി. അപ്പോൾ എന്ത് വന്നു 6t⁴ പ്ലസ് 6t സ്ക്വയർ ഇൻറ്റു 2t dt അല്ലേ, ഇൻറ്റു 2t dt പ്ലസ് നെക്സ്റ്റ് ടേം ഐൻ്റെ ടേം കഴിഞ്ഞു, ജെൻ്റെ ടേം എന്ത് വരും -5t³ ഉണ്ട് 4t ഉണ്ട് അല്ലേ, 4t dt ഉണ്ട്. അപ്പോൾ എന്ത് വരും പ്ലസ് എന്നുള്ളത് മൈനസ് ആകും, -5t³ ഇൻറ്റു നെക്സ്റ്റ് എന്തായാലും -5t³ ഇൻറ്റു 4t dt പ്ലസ് അടുത്ത ടേം കെൻ്റെ ടേം എന്ന് പറഞ്ഞാൽ എന്ത് വരും 10t² പ്ലസ് 1 ഉണ്ട്, അതുപോലെ തന്നെ 3t² k ഉണ്ട് അല്ലേ. 10t² പ്ലസ് 1 ഉണ്ട് 3t² ഉണ്ട്. അപ്പോൾ അതെന്ത് വരും 10t² പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 10t² പ്ലസ് 10 ഇൻറ്റു 3t² വരും അല്ലേ. അപ്പോൾ എന്ത് വരും 30t⁴ പ്ലസ് 30t². എന്തെഴുതാം 30t⁴ പ്ലസ് 30t² dt വരും അല്ലേ. ഈക്വൽ ടു ഇവിടെ 2t വീണ്ടും ഉണ്ട്, അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 12t⁵ പ്ലസ് 12t³ അല്ലേ, t³ വരും. ഇന്റഗ്രൽ 1 to 2 12t⁵ പ്ലസ് 12t³ dt മൈനസ് 20t⁴ അല്ലേ dt പ്ലസ് നെക്സ്റ്റ് എന്ത് വരും 30t⁴ പ്ലസ് 30t² dt ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 12t⁵ ഉണ്ട്, ഇവിടെ പ്ലസ് ഇവിടെ 30t⁴ ഉണ്ട് -20 ഉണ്ട്. അപ്പോൾ എന്ത് വരും 10t⁴ dt പ്ലസ് അടുത്തത് വരും 12t³ dt പ്ലസ് 30t² dt അല്ലേ. ഇനി എന്ത് ചെയ്യാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. ഇനി ഓരോ ടേമിനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഫസ്റ്റ് ഓരോ ടേമിനായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. 12t⁶/6 പ്ലസ് 10t⁵/5 പ്ലസ് 12t⁴/4 പ്ലസ് അടുത്തത് വരും 30t⁵3/3 അല്ലേ 1 to 2. ഓക്കെ, ഇനി എന്ത് ചെയ്യുക അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 2 വരും, ഇവിടെ 2 വരും അല്ലേ, ഇവിടെ 3, ഇത് പോയിട്ട് 10 ആവും അല്ലേ. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ ടു 2t⁵ പ്ലസ് 2t⁵ പ്ലസ് 3t⁴ പ്ലസ് 10t³ 1 to 2. അപ്പോൾ ഇതിൽ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു t⁵ അല്ലേ, 2 ഇൻറ്റു 2⁵ എന്ന് വരും. അപ്പോൾ എന്ത് വരും 128 വരും. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് 2 ഇൻറ്റു 2⁵ എന്ന് വരും, അപ്പോൾ 64 എന്ന് വരും. പ്ലസ് 3 ഇൻറ്റു t⁵ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു t⁵ അല്ലേ, 3 ഇൻറ്റു 16 വരും, ദാറ്റ് ഈസ് 48 എന്ന് വരും. പ്ലസ് നെക്സ്റ്റ് 10 ഇൻറ്റു 2³ അല്ലേ, 10 ഇൻറ്റു 2³ എന്ന് പറഞ്ഞാൽ 2³ എന്താ വരുന്നത് 8 ആണ്, അപ്പോൾ 18 വരും അല്ലേ, 80 വരും. മൈനസ് ഇനി എല്ലാത്തിനും 1 കൊടുക്കുക, 1 കൊടുക്കുമ്പോൾ എന്ത് വരും നെക്സ്റ്റ് ഇവിടെ 2 വരും, 2 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 10 വരും അല്ലേ, 2 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 10 വരും. ഓക്കെ, ഇത് ചെയ്യുക, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 303 ആണ്.
കേട്ടോ. 303 യൂണിറ്റ് ഓഫ് വർക്കാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ഡൺ ആണ് ചെയ്തത്. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ എഫ് നമുക്ക് തന്നിരുന്നത് എക്സ് വൈ സെറ്റിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് എക്സ് തന്നിരുന്നു എന്താണെന്നുള്ളത്, വൈ തന്നിരുന്നു, സെറ്റും തന്നിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഡി ആർ കാൽക്കുലേറ്റ് ചെയ്തു. ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെറ്റ് കെ ആണ്. അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു ആൻഡ് വൈനെ സെറ്റിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിന് ശേഷം ഡി ആർ കാൽക്കുലേറ്റ് ചെയ്തു, എഫ് ഡോട്ട് ഡി ആർ കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, എഫ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത് അല്ലേ. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. 1 to 2 ആണ് ടി വാരി ചെയ്യുന്നത്, നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെല്ലാം ഉള്ളിലേക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു ആൻസർ എഴുതി. ഇവിടെ ലാസ്റ്റ് സിമ്പിൾ ഇൻറ്റഗ്രേഷൻ ആണ്, എല്ലാം എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പോൾ എക്സ് റേസ് ടു n + 1/n+1 എന്നുള്ള ഫോമിൽ ഇതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കുക. A vector function in 2 or 3 space is said to be a conservative if f can be written as the gradient of a scalar function phi. The function phi is called the potential function for f. അപ്പോൾ എന്താണ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ്, വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇനി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരുപാടുണ്ടായിരിക്കും. കൺസർവേറ്റീവ് എന്താണെന്നുള്ളത് ഇപ്പം ഇനി ഒരു തിയറം വെച്ചിട്ടാണ് നമ്മൾ ആ തിയറത്തിൻ്റെ ബേസിലാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്തു പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഒരു ഫംഗ്ഷൻ, ഒരു വെക്റ്റർ ഫംഗ്ഷൻ അല്ലേ, ക്യാപിറ്റൽ എഫ്, ഒരു വെക്റ്റർ ഫംഗ്ഷൻ 3 ഡയമെൻഷനിൽ 2 ഡയമെൻഷനിലുള്ള ഏതോ ആയിക്കോട്ടെ, എക്സ് വൈലോ എക്സ് വൈ സെറ്റോ ഏതോ ആയിക്കോട്ടെ, അത് കൺസർവേറ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഫിന് എങ്ങനെ എഴുതാൻ കഴിയണം? എഫ് ക്യാൻ ബി റിട്ടൺ ആസ് ദി ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് del phi. Gradient of a scalar function phi. F എന്നുള്ളതിനെ, എഫ് എന്താണ്, വെക്റ്റർ ഫീൽഡ് ആണ്. ഈ വെക്റ്റർ ഫീൽഡിനെ നമുക്ക് ഒരു സ്കേലാർ ഫംഗ്ഷൻ അല്ലെ, സ്കേലാർ ഫംഗ്ഷന്റെ ഒരു വെക്റ്റർ ഫീൽഡിനെ ഒരു സ്കേലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ എഫിനെ നമുക്ക് എന്താന്ന് പറയാം, കൺസർവേറ്റീവ് ആണെന്ന് പറയാം. ഈ ഫംഗ്ഷൻ phi, ഈ ഫംഗ്ഷന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ്. സ്കേലാർ ഫംഗ്ഷൻ ആണ്, ഈ ഫംഗ്ഷനെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ, ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആവുക? ദ വെക്റ്റർ ഫീൽഡ് എഫ് ക്യാൻ ബി റിട്ടൺ ആസ് ദി ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ phi. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എങ്ങനെ പറയാം? എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു yi പ്ലസ് എക്സ് ജെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, വെക്റ്റർ ഫീൽഡ് yi പ്ലസ് എക്സ് ജെ ആണ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ എൻ്റെ സ്കേലാർ ഫംഗ്ഷൻ phi ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ അതാണ്. Then the gradient scalar function. അപ്പോൾ നമുക്ക് gradient scalar function എങ്ങനെ എഴുതാം? del phi അല്ലേ. del phi is equal to dou phi by dou xi plus dou phi by dou yj അല്ലേ. dou phi by dou x എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് xy എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് dou phi by dou x എന്താ വരിക? y അല്ലേ. dou phi by dou x എന്ന് പറഞ്ഞാൽ yi plus dou phi by dou y എന്താ വരിക? x അല്ലേ, xj, that is equal to, ഇതെന്താണ്? നമ്മുടെ ഫംഗ്ഷൻ തന്നെയല്ലേ, എഫ് ഓഫ് എക്സ് വൈ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? del phi is equal to f of xy അല്ലേ. അതായത് f is equal to del phi, f of xy is equal to del phi എന്ന് കിട്ടി. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്, കൺസർവേറ്റീവ് ആണെന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. എഫ് ഓഫ് എക്സ് വൈ is equal to yi plus xj എന്നുള്ളതും ഫംഗ്ഷൻ നമ്മൾ xy എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ എന്താന്ന് കിട്ടി? del phi ആണ് കിട്ടി അല്ലേ, ഗ്രേഡിയന്റ് ഓഫ് ദി സ്കേലാർ ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ എന്ത്? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. സ്കേലാർ ഫംഗ്ഷനെ നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ആ del phi നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? dou phi by dou xi plus dou phi by dou y ചെയ്താൽ നമ്മൾ സാധാരണ എഴുതാറുള്ളത് അല്ലേ ഗ്രേഡിയന്റിന്. അപ്പോൾ ഈക്വൽ ടു dou phi by dou x എന്ന് പറഞ്ഞാൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? y ആ വരിക, yi എന്ന് വരും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് എന്ന് വരും. ഇതെന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് കൺസർവേറ്റീവ് ആണെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയില്ലേ?
ഇനി നമുക്ക് കൺസർവേറ്റീവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിയർ ആണ് പറയുന്നത്. അപ്പോൾ ആ തിയറം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഒരു തിയറം നോക്കാം. അപ്പോൾ തിയറം നോക്ക്. കമ്പോണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫീൽഡ്സ്. അപ്പോൾ കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റും കൂടാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ. 3 ഡയമെൻഷനിലാണ്. We a field whose component functions have continuous first partial derivatives. Okay, അതിന്റെ കമ്പോണൻസ് അല്ലേ, കമ്പോണൻസ് ഫംഗ്ഷൻസിന്, അതായത് പി ക്യു ആർ, അതാണ് കമ്പോണന്റ് ഫംഗ്ഷൻസ്. അതിനെന്തുണ്ട്, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ഡോ പി ബൈ ഡോ എക്സോ ഏതോ ആയിക്കോട്ടെ, ഡോ പി ബൈ ഡോ വൈ, ഡോ പി ബൈ ഡോ സെറ്റ്, അങ്ങനെ ഒരുപാട് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് ഡോ പി ബൈ ഡോ വൈ, ഡോ പി ബൈ ഡോ എക്സ്, ഡോ പി ബൈ ഡോ സെറ്റ്, അങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ്. ഓക്കെ, ദെൻ എഫ് ഈസ് കൺസർവേറ്റീവ്. എഫ് കൺസർവേറ്റീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐ കമ്പോണന്റിന്റെ അല്ലേ, എ കമ്പോണന്റിന്റെ ഫംഗ്ഷൻ പി, അതിന്റെ ഡോ പി ബൈ ഡോ എക്സ് എന്തിനോട് ഈക്വൽ ആണ്, ജെ കമ്പോണന്റിന് ക്യൂ ബൈ എക്സിനോട്, ഡോ ക്യൂ ബൈ ഡോ എക്സിനോട് ഈക്വൽ ആണ്. അതുപോലെ ഡോ ക്യൂ ബൈ ഡോ സെറ്റ്, ഡോ ക്യൂ ബൈ ഡോ സെറ്റ് എന്തിനോട് ഈക്വൽ ആണ്, ഡോ ആർ ബൈ ഡോ വൈ, ഡോ ആർ ബൈ ഡോ വൈ. നെക്സ്റ്റ് ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെറ്റ്. ഈ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണ്. എഫ് കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എഫ് കൺസർവേറ്റീവ് ആണെന്ന് എടുക്കാം. എഫ് കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, നമ്മൾ രണ്ടും ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്തു പോവാണ്. അപ്പൊ എഫ് കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഈസ് കൺസർവേറ്റീവ്, ദെൻ ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാം, f can be written as the gradient of a scalar function. F can be written as the, then by definition f can be written as the gradient of a scalar function phi. നമുക്ക് എങ്ങനെ എഴുതാം, f is equal to p of xyz I plus q of xyz j plus r of xyz k ആണ് അല്ലേ. ഇതാണ് നമ്മൾ എഫ്. ഇത് എന്തിനോട് ഈക്വൽ ആണ്, ഈക്വൽ ടു ഡെൽ ഫൈ. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽ ഫൈ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് കെ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എന്തെഴുതാം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഇത് നമുക്ക് എന്തെഴുതാം, പി ഈക്വൽ ടു അല്ലെ, എഫ് ഈക്വൽ ടു ഡോ ഫൈ ആണ്. അതായത് ഐ കമ്പോണന്റ് എന്തിനോട് ഈക്വൽ ആണ്, ഇതിനോട് അല്ലേ, ഡോ പി ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്. ഓക്കെ, അതുപോലെ ക്യൂ എന്താണ്, ക്യൂ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ. നെക്സ്റ്റ് ആർ ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ സെറ്റ്. അപ്പൊ ഇതൊന്നും ഒരു ടേം എടുത്ത് നമുക്ക് ചെയ്യാം, ബാക്കിയൊക്കെ അതുപോലെ തന്നെ വരും. അപ്പോൾ ഇതെടുക്കാം, പി ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്. അപ്പൊ ആദ്യം നമുക്ക് ഡോ പി ബൈ ഡോ വൈ ആ വേണ്ട അല്ലേ. അപ്പൊ നമുക്ക് ഈ ടേം ആദ്യം കിട്ടണം. പിന്നെ ക്യൂ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ എന്നുള്ളതിനാണ് ഈ ടേം കിട്ടുക. അതുപോലെ ആർ ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ സെറ്റ്, അതിനാണ് ഈ ടേം കിട്ടുക. അപ്പോൾ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, മറ്റേതൊക്കെ അതുപോലെ തന്നെയാണ് എഴുതാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡോ പി ബൈ ഡോ വൈ ആണ് അല്ലേ. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണെന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോ പി ബൈ ഡോ വൈ സ്റ്റാർട്ട് ചെയ്യാം. ഡോ ബൈ ഡോ വൈയോ പി എന്താണ്, പി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ് അല്ലേ. ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ എക്സ് എഴുതാം അല്ലേ. ഇതിന് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ എക്സ് എഴുതാം. ഇവിടെ നമുക്ക് മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറം അപ്ലൈ ചെയ്യാം. അതായത് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ എക്സ് എന്നുള്ളതിന് എങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് എഴുതാം, തിരിച്ചിട്ട് എഴുതാം അല്ലേ. ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് എഴുതാം. ഈക്വൽ ടു ഇത് ഞാനിങ്ങനെ എഴുതുകയാണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈ ബൈ ഡോ വൈ ഇങ്ങനെ എഴുതിക്കൂടെ.
ഇതിനെങ്ങനെ എഴുതിക്കൂടെ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈവ് ബൈ ഡോ വൈ അല്ലേ? അത് പറഞ്ഞാൽ എന്താണ്? ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് ഡോ വൈ തന്നെയാണ്. ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈവ് ബൈ ഡോ വൈ എന്താണ് വരുന്നത്? ഇപ്പോൾ എഴുതിയിരുന്നു ഡോ ഫൈവ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ് അല്ലേ? ക്യൂ ഈസ് ഈക്വൽ ടു ഡോ ഫൈവ് ബൈ ഡോ വൈ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിന്? ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ എന്ന് എഴുതാം അല്ലേ? ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ എന്ന് എഴുതാം. അതായത് നമുക്ക് എന്താന്ന് കിട്ടി? ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് കിട്ടി. അതെന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? അതിലെ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് പ്രൂവ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാം? ഫസ്റ്റ് നെക്സ്റ്റ് ക്യൂ ഈക്വൽ ടു ഡോ ഫൈവ് ബൈ ഡോ വൈ എടുക്കാം അല്ലെ? ക്യൂ ഈക്വൽ ടു ഇതേപോലെ തന്നെ ക്യൂ ഈക്വൽ ടു ഡോ ഫൈവ് ബൈ ഇവിടെ എന്ത് വരും? ഡോ വൈ എന്ന് വരും. അപ്പൊ നമ്മൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡോ ക്യൂ ബൈ ഡോ സെറ്റ്. ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെറ്റ് ഓഫ് എന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇപ്പൊ കൺസർവേറ്റീവ് ആണ് എടുത്തു. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പൊ ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഇനി നമ്മള് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ അതിന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അത് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണോ നോക്കുക. ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ ആണ്. ആൻഡ് ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെറ്റ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെക്റ്റർ ഫീൽഡ് എന്താന്ന് പറയാം? നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് പറയാം. ക്ലിയർ? ഇനി ഇതിന്റെ കൊറോളറി ആണ് വരുന്നത്. രണ്ട് കൊറോളറി ഉണ്ട്, അതും കൂടെ നോക്കാം. കൊറോളറി 1 എന്താ പറയുന്നത്? Let f is equal to p of xy I plus q of xy j be a field whose component functions have continuous partial derivatives, then f is conservative if and only if dou p by dou y is equal to dou q by dou x. ഇപ്പോൾ നമ്മുടെ തിയറത്തിന്റെ സെയിം പ്രൂഫ് തന്നെയാണ് ഇതിനും ആവശ്യം. കാരണം എന്താ? ഇവിടെ f is equal to p of xy I അവിടെ 3 ഡയമെൻഷനിൽ പറഞ്ഞിരുന്നുള്ളൂ. 3 ഡയമെൻഷനിലായപ്പോൾ ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സും നെക്സ്റ്റ് ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 ഡയമെൻഷനിലാവുമ്പോൾ അതുപോലെ പറഞ്ഞിരുന്നു. ഇവിടെ 2 ഡയമെൻഷനിലാവുമ്പോൾ എന്താ വ്യത്യാസമുള്ളത്? 2 ഡയമെൻഷനിലാവുമ്പോൾ നമുക്ക് എക്സ് വൈ എന്നുള്ള 2 വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, 2 കമ്പോണന്റ് അതുകൊണ്ട് വരുള്ളൂ അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വെക്റ്റർ ഫീൽഡിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസിന് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കണ്ടീഷൻ ഉണ്ട് അല്ലെ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇതാണ് ജനറലി ഇതാണ് ചോദിക്കാറുള്ളത് എപ്പോഴും. രണ്ടെണ്ണത്തിന്റെ ചോദിക്കാന്നുണ്ടെങ്കിൽ ഡോ പി ബൈ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? കൺസർവേറ്റീവ് ആണോ, ഫീൽഡ് കൺസർവേറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇത് പ്രൂവ് ചെയ്താൽ മതി. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് കൺസർവേറ്റീവ് ആണ് കിട്ടും. അപ്പോൾ ഇതാണ് കൊറോളറി പറയുന്നത്. ഇനി നെക്സ്റ്റ് കൊറോളറി നോക്കാം. നെക്സ്റ്റ് കൊറോളറി 2 നോക്ക്. ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ ബി എ ഫീൽഡ് ഹൂസ് കോമ്പോണന്റ് ഫംഗ്ഷൻസ് ഹാവ് continuous first partial derivative, then f is conservative if and only if curl f is equal to 0. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ തിയറം പോലെ തന്നെയാണ് ഇത് വരെ വരുന്നത് അല്ലേ? 3 ഡയമെൻഷനിലാണ് കമ്പോണൻസിന് ഫസ്റ്റ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കേൾ എഫ് 0 ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ തിയറത്തിൽ നിന്ന് എന്ത് എഴുതാം? ബൈ തിയറം എഫ് ഇസ് കൺസർവേറ്റീവ്. എഫ് കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണെന്ന് എഴുതാം? ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. അതുപോലെ തന്നെ ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ അല്ലേ? ഈ കണ്ടീഷൻ നമുക്ക് തിയറത്തിൽ നിന്ന് എഴുതാം. ഓക്കെ, ഇനി കേൾ എഫ് 0 ആണോ എന്നും കൂടെ കിട്ടിയാൽ മതി അല്ലേ? കേൾ എഫ് 0 ആവുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കേൾ എഫ് നമ്മൾ എങ്ങനെ കാണും? കേൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ക്രോസ് എഫ് ആണ് അല്ലേ? ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് പി ക്യൂ ആർ ഈക്വൽ ടു ഐ ഇൻറ്റു നമ്മൾ ഒരുപാട് ചെയ്തതാണ് അല്ലേ? ഐ ഇൻറ്റു അടുത്ത് വരും ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് മൈനസ് ജെ എന്നാ വരിക. അത് നമ്മൾ പ്ലസ് ജെ എന്നാക്കി കൊടുക്കും. പ്ലസ് ജെ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്തൊരു പ്ലസ് ജെ ഇൻറ്റു ഇതാണ് വരിക അല്ലേ? അതായത് ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് എന്നാ വരിക. അപ്പോൾ നമ്മൾ മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഡോ പി ബൈ ഡോ സെഡ് മൈനസ് ഡോ ആർ ബൈ ഡോ സെഡ് എന്ന് വരും. പ്ലസ് കെ ഇൻറ്റു എടുത്തിട്ടാകുമ്പോൾ എന്താ വരിക? ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ അല്ലേ? ഇക്വൽ ടു. അപ്പോൾ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാം? ഇവിടെ നോക്കൂ, ഈ തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കണ്ടീഷൻ ഉണ്ട് അല്ലേ? അതായത് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ്. അതായത്
ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആന്ന് പറഞ്ഞാൽ ഈ ടേം എന്തായി, 0 ആയി അല്ലേ. അതുപോലെ തന്നെ കെ കമ്പോണന്റ് 0 ആയി. അപ്പോൾ അതുപോലെ ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഡോ ആർ ബൈ ഡോ വൈനോട് ഈക്വൽ ആണ്. ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഡോ ആർ ബൈ ഡോ വൈനോട് ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഈ ടേം എന്തായി, 0 ആയി. അതുപോലെ തന്നെ ഇതിന് ഈ ടേമും 0 ആണ് കിട്ടും. അപ്പോൾ നമുക്ക് കേൾ എഫ് എന്താണെന്ന് കിട്ടും, ടോട്ടൽ കേൾ എഫ് ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ കേൾ എഫ് 0 ആണെന്ന് കിട്ടി. എഫ് കൺസർവേറ്റീവ് ആകുമ്പോൾ ആ തിയറത്തിൽ നിന്ന് നമുക്ക് ഈ കണ്ടീഷൻ എഴുതാം. ഈ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് കേൾ എഫ് എന്താണെന്ന് കിട്ടി, നമുക്ക് 0 ആണെന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഇതാണ് കൊറോള